ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കായി കൂൺ കൃഷി ഒരുക്കി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759. ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കായി കൂൺ കൃഷി ഒരുക്കി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി. ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് വിഷരഹിത ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺ കൃഷി ഒരുക്കിയിരിക്കുന്നത്. TSSS ചെറുപുഴ യൂണിറ്റ്, അനുഗ്രഹ SHGയും സംയുക്തമായിട്ടാണ് മേരി മീഡിയാട്രിക് സഭാസമൂഹം നടത്തുന്ന ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ കൂൺ കൃഷി പരിശീലനം നടത്തുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ലെയറായി, അതായത് ഇതിൻ്റെ അടി ഇത് കണ്ടു. ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലേ? ഇത് 10 മണിക്കൂർ ഈ കച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. സാധാരണ രീതിയിൽ നമ്മുടെ പറമ്പുകളിൽ ഈ കൂണുണ്ടാകുന്നത്, ഈ കൂണെന്ന് പറയുന്നത് ഹരിതകമില്ലാത്തൊരു ഫംഗസാണ്. ഈ ഫംഗസ് മറ്റ് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ടാണ് വളരുന്നത്. അപ്പം നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകുന്നത് ജീർണിച്ച മരത്തടികളും മറ്റും ജീർണിച്ച സമയത്ത് അവിടെ ഉണ്ടാകുന്ന വിത്ത് ഉപയോഗിച്ചാണ് അവിടെ കൂണുണ്ടാകുന്നത്. അത് അന്തരീക്ഷ കാലാവസ്ഥ അനുയോജ്യമാകുന്ന സമയത്താണ് അവിടെ കൂണുണ്ടാകുന്നത്. ഇപ്പം ഈ കൂണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കച്ചി ജീർണിച്ചെടുക്കുകയാണ്, നമ്മൾ ജീർണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 45 മിനിറ്റ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. തിളപ്പിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത് കൊണ്ടുവന്നത് അല്ലേ? അത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിലിടുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അണുവിമുക്തമാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് ചെയ്തിട്ട് പരാജയപ്പെട്ടവരുണ്ട്. ഇതിന് ആൻറ്റി ഫംഗസ് ആക്ടിവിറ്റി ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രൈക്കോഡർമ എന്നെല്ലാം പറഞ്ഞ കുമിള് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഫംഗസാണ് ഇത് വളർന്നു വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത്രയും എഫർട്ട് ഉണ്ട്. പിന്നെ അതിനുശേഷം ഈ 15 ദിവസം ഇത് സൂര്യപ്രകാശം കടക്കാത്തൊരു റൂമിൽ നമ്മൾ കെട്ടിത്തൂക്കുന്നു. ഉറി പോലെ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉറി പോലെ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഈ ഫംഗസ് സ്പ്രെഡാകുന്നത്. അതിനെയാണ് മൈസീലിയം ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ ഫംഗസിനെ അത് മുഴുവൻ വെള്ള കളറായി മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ വീണ്ടും ഈ സുഷിരം പോരാതെ വന്നു കഴിഞ്ഞാൽ ബ്ലേഡ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് നിർവഹിച്ചു. അതുപോലെ ക്രെഡിറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ബെൽസാർ, അതുപോലെ ഷീബ, ബഹുമാനപ്പെട്ട മദർ, സിസ്റ്റേഴ്സ്, എല്ലാ കുട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിച്ചത്. അപ്പോൾ ഇത് നമുക്കറിയാം, സുരേഷ് സാർ പറയുണ്ടായി, വിഷമയമില്ലാത്ത ഏക ഭക്ഷ്യവസ്തു കൂണാണെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അത് നമുക്ക് നമ്മുടെ ഭക്ഷണ സാധനമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യമാണ് ഈ കൂണെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ ഭവനങ്ങളിലും ഇതുപോലെ ഒരു കൂൺ കൃഷി ആരംഭിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് വിഷമയമില്ലാത്ത നല്ല ഭക്ഷണം, നല്ല പോഷണ ഗുണമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാതെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പല കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മൾ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ നാടിന് അത് ഉപകാരപ്രദമാണ്. അത് നമുക്ക് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അത് നമുക്ക് ലാഭകരമായ ഒരു കൃഷിയായിട്ട് ഈ കൂൺ കൃഷി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് നമ്മുടെ സുരേഷ് സാർ പറയുകയുണ്ടായി. അപ്പോൾ വളരെ തുച്ഛമായ തുകയിൽ നിന്ന് വലിയൊരു സാമ്പത്തിക നേട്ടം നമുക്ക് ഈ കൂൺ കൃഷി വഴിയായിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിഭവൻ്റെ സുരേഷ് സാറിനും
TSന്റെ ഭാരവാഹികൾക്കും അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നിങ്ങളെല്ലാവരുടെയും പേരേറെ സംഘത്തെ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇനിയും ശക്തമാകട്ടെ, കൂടുതൽ നന്മകൾ ഈ സമൂഹത്തിന് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കൂൺകൃഷിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിസ്റ്റർ കൊച്ചുറാണി തോമസ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ, ഡെൽഫി ഡേവിഡ്സൺ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ബേബി മാങ്കോട്ടിൽ, ഷീബ വർഗീസ്, സിസ്റ്റർ ജാസ്മിൻ, സിസ്റ്റർ സൂസൻ, ബിനോയ് തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഇതിനകത്തൂടെ വൈറ്റ് കളറിൽ സ്പ്രെഡ് ചെയ്ത് കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ 3 നേരം ഇത് സ്പ്രേ ചെയ്ത് വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് ഇപ്പം ഈ ഒരു ഇത്രയും വലിയ ഹോൾ ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി എന്നിട്ട് ഇത് പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലേഡ് കൊണ്ട് വരയിട്ട് കൊടുക്കുക. അതിനുള്ളിലൂടെ വരും. അപ്പം ഇതൊരു 4 മാസത്തോളം നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ്, സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടൈൽസ് ഗാലറി, ചെറുപുഴ. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം. ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കക്കിഞ്ചാൽ, ചെറുപുഴ. Call 4985 240 759.